2023 മെയ് മാസം പകുതിയായപ്പോഴേക്കും യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ വലിയ മുന്നേറ്റം നടത്തി. അപ്പോഴും പുട്ടിന്റെ പടയോട്ടത്തെ പിടിച്ചുകെട്ടാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു അമേരിക്ക നേതൃത്വം നൽകുന്ന പാശ്ചാത്യ ശക്തികൾ. രാജ്യാതിർത്തിയിൽ നടക്കുന്ന സംഘർഷങ്ങൾ റഷ്യൻ ജനതയെ ബാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി റഷ്യൻ ഭരണസിരാ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുക്രൈൻ. 2023 മെയ് 3 അർദ്ധരാത്രി ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന റഷ്യയുടെ അധികാര കേന്ദ്രമായ മോസ്കോയിലെ ക്രെംലിൻ കൊട്ടാരത്തിന് മുകളിലേക്ക് 2 യുക്രൈനിയൻ കാമികാസെ ഡ്രോണുകൾ ഇരച്ചെത്തി. കൊട്ടാരത്തിന്റെ പ്രധാന താഴികക്കുടത്തിന് തൊട്ടുമുകളിൽ വെച്ച് റഷ്യൻ സുരക്ഷാസേന അവയെ തകർത്തു. ആളപായമുണ്ടായില്ലെങ്കിലും രാജ്യത്തിനുള്ളിലേക്ക് യുക്രൈൻ നടത്തിയ ആക്രമണം പുട്ടിനെ ചൊടിപ്പിച്ചു. റഷ്യൻ പ്രസിഡന്റിനെ വധിക്കാനുള്ള ശ്രമമായിരുന്നു അതെന്ന് ക്രെംലിൻ കൊട്ടാരം അന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. പക്ഷേ ആ സമയം പുട്ടിൻ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കടുത്ത പ്രത്യാക്രമണം ഉടനുണ്ടാകുമെന്ന് ലോകരാജ്യങ്ങൾ വിധിയെഴുതി. എന്നാൽ പുട്ടിൻ തികച്ചും ശാന്തനായിരുന്നു. വൈകാരികമായി പ്രതികരിക്കുന്നവനല്ല താനെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ യുക്രൈന്റെ കമാൻഡ് സെന്ററുകൾക്ക് നേരെ കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് പുട്ടിൻ പ്രതികാരം തീർത്തു. പക്ഷേ അപ്പോഴേക്കും റഷ്യയ്ക്കുള്ളിൽ നിന്ന് തന്നെ പുട്ടിന് ചില വെല്ലുവിളികൾ ഉയർന്നു തുടങ്ങിയിരുന്നു. റഷ്യയുടെ ഔദ്യോഗിക സൈന്യത്തോട് തോളോട് തോൾ ചേർന്ന് യുക്രൈനിൽ പൊരുതിയിരുന്ന വാഗ്നർ ഗ്രൂപ്പ് എന്ന സ്വകാര്യ സൈന്യം അപ്പോഴേക്കും പുട്ടിന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞിരുന്നു. യുദ്ധഭൂമിയിൽ റഷ്യൻ സൈന്യത്തിന്റെ കുന്തമുനയായി വാഗ്നർ ഗ്രൂപ്പ് മാറിയിരുന്നെങ്കിലും റഷ്യയുടെ അധികാര ഇടനാഴികളിൽ വലിയൊരു അധികാര വടംവലി നടക്കുന്നുണ്ടായിരുന്നു. ഒരു വശത്ത് AC മുറിയിലിരുന്ന് യുദ്ധം നിയന്ത്രിക്കുന്ന റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയിഗു, സൈനിക മേധാവി വലേരി ഗെരാസിമോവ് എന്നിവർ. മറുവശത്ത് അതിർത്തിയിലെ ചോരയും ചെളിയും പുരണ്ട ട്രഞ്ചുകളിൽ തന്റെ പോരാളികൾക്കൊപ്പം നിൽക്കുന്ന വാഗ്നർ തലവൻ യെവ്ഗനി പ്രിഗോഷിൻ. റഷ്യൻ സേനയിലെ ഉന്നത ജനറൽമാരും പ്രിഗോഷിനും തമ്മിലുള്ള കടുത്ത ഈഗോയിലായിരുന്നു ഈ ചരിത്രപരമായ സംഘർഷത്തിന്റെ തുടക്കം. റഷ്യൻ സൈന്യം പലയിടത്തും പരാജയം രുചിച്ചപ്പോൾ സ്വന്തം പോരാളികളുടെ ശവപ്പറമ്പുകൾക്ക് മുകളിലൂടെ വാഗ്നർ ഗ്രൂപ്പ് യുക്രൈൻ സൈന്യത്തെ അറുത്തുമുറിച്ചു മുന്നേറി. ഒരു സ്വകാര്യ സൈന്യം റഷ്യയുടെ ഔദ്യോഗിക സൈന്യത്തെക്കാൾ കരുത്താർജിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നവർ ഭയന്നു. ഇതോടെ അവർ അധികാരമുപയോഗിച്ച് വാഗ്നർ ഗ്രൂപ്പിനെ ഒതുക്കാൻ തീരുമാനിച്ചു. അതിന്റെ ആദ്യപടിയായി വാഗ്നർ സൈന്യത്തിനുള്ള ആയുധ വിതരണം പ്രതിരോധ മന്ത്രാലയം വെട്ടിക്കുറച്ചു. യുദ്ധഭൂമിയിൽ ആയുധങ്ങളില്ലാതെ വാഗ്നർ പോരാളികൾ കൂട്ടത്തോടെ മരിച്ചു വീഴാൻ തുടങ്ങിയതോടെ പ്രിഗോഷിന്റെ സമനില തെറ്റി. 2023 മെയ് മാസത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രിഗോഷിന്റെ ഒരു വീഡിയോ പുറത്തുവന്നു. മുൻനിരയിൽ കൊല്ലപ്പെട്ട ഡസൻ കണക്കിന് സ്വന്തം സൈനികരുടെ ചോരയൊലിക്കുന്ന മൃതദേഹങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രിക്കും സൈനിക മേധാവിക്കും നേരെ അസഭ്യവർഷം നടത്തുന്ന പ്രിഗോഷിനെയാണ് ലോകം കണ്ടത്. ഷോയിഗു ഗെരാസിമോവ്, എവിടെ ഞങ്ങളുടെ വെടിക്കോപ്പുകൾ? എന്റെ സൈനികർ ഇവിടെ മരിച്ചു വീഴുമ്പോൾ നിങ്ങൾ കൊട്ടാരങ്ങളിൽ സുഖിക്കുകയാണോ എന്ന് അയാൾ അലറി വിളിച്ചു. യുക്രൈൻ സൈന്യമല്ല, മറിച്ച് റഷ്യൻ സൈനിക നേതൃത്വം തന്നെയാണ് അസൂയ മൂലം തന്റെ സൈന്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് പ്രിഗോഷിൻ പരസ്യമായി ആരോപിച്ചു. പ്രിഗോഷിനും റഷ്യൻ സൈനിക ജനറൽമാരും തമ്മിൽ പരസ്യമായി തെരുവ് യുദ്ധം നടത്തുമ്പോൾ വ്ളാഡിമിർ പുടിൻ തികഞ്ഞ നിശബ്ദതയിലായിരുന്നു. പ്രിഗോഷിന്റെ വിമർശനങ്ങളെയും അസഭ്യവർഷങ്ങളെയും പുടിൻ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. പക്ഷേ പതിയെ കാര്യങ്ങൾ പുടിന്റെ നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ടു പോവുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും യുദ്ധഭൂമിയിലെ പ്രകടനങ്ങളിലൂടെയും പ്രിഗോഷിന്റെ ജനപ്രീതി റഷ്യയിൽ കുതിച്ചുയർന്നു. റഷ്യൻ ജനത അയാളെ ഒരു നായകനായി കാണാൻ തുടങ്ങി.
ഇത് പുട്ടിനെ അസ്വസ്ഥനാക്കി. ഒരു രാജ്യത്തിനുള്ളിൽ ഭരണകൂടത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലല്ലാത്ത ശക്തമായ മറ്റൊരു സായുധസേന വളരുന്നത് തന്റെ സിംഹാസനത്തിന് തന്നെ ഭീഷണിയാകുമെന്ന് ആ മുൻ KGB ചാരൻ തിരിച്ചറിഞ്ഞു. താൻ തന്നെ വളർത്തിക്കൊണ്ടുവന്ന വാഗ്നർ എന്ന രാക്ഷസനെ ചങ്ങലക്കിടാൻ ഒടുവിൽ പുട്ടിൻ തീരുമാനിച്ചു. തന്റെ പഴയ വിശ്വസ്തനായ പ്രിഗോഷിനെ തഴഞ്ഞുകൊണ്ട് അദ്ദേഹം റഷ്യയുടെ ഔദ്യോഗിക സൈന്യത്തിനൊപ്പം നിലയുറച്ചു. 2023 ജൂലൈ 1 വാഗ്നർ ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സ്വകാര്യ സൈനികരും റഷ്യൻ പ്രതിരോധ മന്ത്രാലയവുമായി നിർബന്ധമായും കരാർ ഒപ്പിടണം എന്ന പ്രതിരോധ മന്ത്രി ഷുയിഗ്വിന്റെ ഉത്തരവിന് പുട്ടിൻ പരസ്യമായി പച്ചക്കൊടി കാട്ടി. പ്രിഗോഷിന്റെ സ്വകാര്യ സാമ്രാജ്യത്തെ റഷ്യൻ സൈന്യത്തിൽ ലയിപ്പിച്ചില്ലാതാക്കാൻ പുട്ടിൻ ഉത്തരവിട്ടു. വാഗ്നറിന്റെ സ്വാതന്ത്ര്യത്തിന്മേൽ വീണ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു അത്. തന്റെ സൈനികരുടെ ചോരയ്ക്കും ജീവത്യാഗത്തിനും പുട്ടിൻ പോലും വില കൽപ്പിച്ചില്ലെന്ന് പ്രിഗോഷിൻ തിരിച്ചറിഞ്ഞു. പ്രതിരോധ മന്ത്രാലയവുമായി കരാറിൽ ഒപ്പിടില്ലെന്ന് പ്രിഗോഷിൻ ഉറപ്പിച്ചു പറഞ്ഞു. ജൂൺ 23 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പ്രിഗോഷിൻ പരസ്യ കലാപം പ്രഖ്യാപിച്ചു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ ക്യാമ്പുകൾക്ക് നേരെ മിസൈലാക്രമണം നടത്തിയെന്നാരോപിച്ച് യുക്രൈൻ അതിർത്തിയിൽ നിന്നും തന്റെ 25,000 വരുന്ന വാഗ്നർ പടയുമായി പ്രിഗോഷിൻ റഷ്യയുടെ ഉള്ളിലേക്ക് മാർച്ച് ചെയ്തു തുടങ്ങി. മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യയുടെ തെക്കൻ സൈനികാസ്ഥാനമായ റോസ്തോവ് ഓൺ ഡോൺ നഗരം ഒരൊറ്റ വെടിയുണ്ട പോലും ഉതിർക്കാതെ പ്രിഗോഷിനും സൈന്യവും പിടിച്ചെടുത്തു. അവിടെ നിന്നും കവചിത വാഹനങ്ങളുമായി അവർ റഷ്യൻ തലസ്ഥാനമായ മോസ്കോ നഗരം ലക്ഷ്യമാക്കി കുതിച്ചു. റഷ്യൻ ചരിത്രത്തിലെ ഇരുണ്ട നാളുകളെ ഓർമ്മിപ്പിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ നിഴലിലായി രാജ്യം. ഒരു കാലത്ത് പുട്ടിന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന, പുട്ടിന്റെ ഷെഫ് എന്ന് ലോകം വിളിച്ച പ്രിഗോഷിൻ സ്വന്തം രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്തപ്പോൾ അത് വ്ളാഡിമിർ പുട്ടിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷയായി മാറുകയായിരുന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ജൂൺ 24 മോസ്കോ നഗരം ഒരു യുദ്ധത്തിന് സജ്ജമാവുകയായിരുന്നു. തെരുവിലെങ്ങും കവചിത വാഹനങ്ങളും സൈനികരും നിലയുറപ്പിച്ചു. ലോകം മുഴുവൻ ശ്വാസമടക്കിപ്പിടിച്ച് ആ നിമിഷത്തിനായി കാത്തിരുന്നു. അപ്പോഴാണ് റഷ്യൻ ടെലിവിഷൻ സ്ക്രീനുകളിൽ വ്ളാഡിമിർ പുട്ടിൻ പ്രത്യക്ഷപ്പെട്ടത്. സാധാരണ കാണാറുള്ള ശാന്തത ആ മുഖത്തുണ്ടായിരുന്നില്ല. പകരം സമാനതകളില്ലാത്ത ക്രോധമായിരുന്നു അവിടെ നിഴലിച്ചത്. അത്യന്തം ഗൗരവത്തിൽ രാജ്യാന്തര സമൂഹത്തെയും സ്വന്തം ജനതയെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പുട്ടിൻ പ്രഖ്യാപിച്ചു, ഇത് പുറകിൽ നിന്നുള്ള കുത്താണ്, വഞ്ചനയാണിത്. വ്യക്തിപരമായ താൽപ്പര്യങ്ങളാണ് ഈ രാജ്യദ്രോഹത്തിന് കാരണം. നിയമലംഘനം നടത്തുന്നവർ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പുട്ടിന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ വാഗ്നർ പട മോസ്കോ ലക്ഷ്യമാക്കി കുതിച്ചു. റഷ്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ വാഗ്നർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തു. വാഗ്നർ പോരാളികൾ ആ 6 റഷ്യൻ ഹെലികോപ്റ്ററുകൾ വെടിവച്ചിട്ടു. റഷ്യൻ സൈനികർ തമ്മിൽ ഏറ്റുമുട്ടി രാജ്യം നശിക്കാൻ പോവുകയാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തു. വാഗ്നർ സൈന്യം അപ്പോഴേക്കും മോസ്കോയ്ക്ക് 200 കിലോമീറ്റർ അടുത്തെത്തിയിരുന്നു. അപ്പോഴാണ് നാടകീയമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ പുട്ടിൻ തന്റെ പഴയ സുഹൃത്തായ ബെലാറൂസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയെ മധ്യസ്ഥനായി നിയോഗിച്ചിരുന്നു. ലുക്കാഷെങ്കോയും പ്രിഗോഷിനും തമ്മിൽ നടത്തിയ രഹസ്യ സംഭാഷണങ്ങൾക്കൊടുവിൽ
വെടിവയ്പ്പുകളില്ലാതെ ആ മഹാകലാപം അവസാനിച്ചു. മോസ്കോയിലേക്കുള്ള മാർച്ച് നിർത്തുകയാണെന്നും തന്റെ പോരാളികൾ താവളങ്ങളിലേക്ക് മടങ്ങുകയാണെന്നും പ്രിഗോഷിൻ പ്രഖ്യാപിച്ചു. പകരമായി പ്രിഗോഷിനെതിരെയുള്ള രാജ്യദ്രോഹ കുറ്റം റഷ്യ പിൻവലിക്കുമെന്നും അയാൾക്ക് ബെലാറൂസിലേക്ക് സുരക്ഷിതമായി പോകാമെന്നും ക്രെംലിൻ ഉറപ്പു നൽകി. 24 മണിക്കൂർ നീണ്ടുനിന്ന ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ആ മഹാപ്രതിസന്ധിയെ ചോരവീഴ്ത്താതെ പുടിൻ ശമിപ്പിച്ചു. കലാപം അവസാനിച്ചതോടെ പ്രിഗോഷിന് മാപ്പ് നൽകിയെന്ന് റഷ്യ പ്രഖ്യാപിച്ചു. പുടിനെ അടുത്തറിയാവുന്ന പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഒരു കാര്യം കൃത്യമായി അറിയാമായിരുന്നു. വ്ളാഡിമിർ പുടിൻ ഒരിക്കലും മറക്കാത്ത ഒന്നുണ്ട്: വഞ്ചന. അയാളെ പരസ്യമായി വെല്ലുവിളിച്ചവരോ വഞ്ചിച്ചവരോ ആരും ദീർഘകാലം ജീവിച്ചിരുന്നിട്ടില്ലെന്നത് റഷ്യൻ രാഷ്ട്രീയത്തിലെ എഴുതപ്പെടാത്ത നിയമമാണ്. ആ പ്രവചനം സത്യമാകാൻ അധികനാൾ വേണ്ടിവന്നില്ല. കലാപത്തിനു ശേഷം ബെലാറൂസിലേക്ക് നാടുകടത്തപ്പെട്ടെങ്കിലും യെവ്ഗനി പ്രിഗോഷിൻ പൂർണ്ണമായും ഒതുങ്ങിയിരുന്നില്ല. തന്റെ ആഫ്രിക്കൻ സാമ്രാജ്യത്തിലെ സ്വർണ്ണഖനികളുടെയും സൈനിക ഇടപാടുകളുടെയും നിയന്ത്രണം നിലനിർത്താനുള്ള ഓട്ടത്തിലായിരുന്നു അയാൾ. ആഫ്രിക്കയിലെ ഒരു സന്ദർശനത്തിന് ശേഷം മോസ്കോയിലെത്തിയതായിരുന്നു പ്രിഗോഷിനും വാഗ്നർ ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർമാരും. പ്രതിരോധ മന്ത്രാലയത്തിലെ ചില ഉദ്യോഗസ്ഥരുമായി നിർണായക ചർച്ചകൾ നടത്തിയ ശേഷം സ്വന്തം താവളമായ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് മടങ്ങാനാണ് അവർ വിമാനത്താവളത്തിലെത്തിയത്. കലാപം നടന്ന് കൃത്യം 2 മാസം തികയുന്ന ദിവസം 2023 ഓഗസ്റ്റ് 23. മോസ്കോയിലെ വിമാനത്താവളത്തിൽ നിന്നും കുതിച്ച ആ പ്രൈവറ്റ് എംബ്രയർ ജെറ്റിൽ പ്രിഗോഷിൻ ഒറ്റയ്ക്കായിരുന്നില്ല. വാഗ്നർ ഗ്രൂപ്പിന്റെ യഥാർത്ഥ സ്ഥാപകനും സൈനിക തലച്ചോറുമായ മുൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡർ ദിമിത്രി ഉത്കിൻ, വാഗ്നറിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന വലേരി ചെക്കലോവ് എന്നിവരുൾപ്പെടെ വാഗ്നർ ഗ്രൂപ്പിന്റെ ഉന്നത നേതൃത്വം മുഴുവൻ ആ വിമാനത്തിലുണ്ടായിരുന്നു. വൈകുന്നേരം 6 മണിയോടെ പറന്നുയർന്ന ആ വിമാനം മേഘങ്ങളെ കീറിമുറിച്ച് 28,000 അടി ഉയരത്തിൽ തികഞ്ഞ ശാന്തതയോടെ സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് ആകാശത്തിന്റെ നിശബ്ദതയെ പിളർന്നുകൊണ്ട് ഒരു വൻ സ്ഫോടനം. റഡാറുകളിലെ പച്ച വെളിച്ചം ഒറ്റയടിക്കണഞ്ഞു. ചിറകറ്റുപോയ ആ വിമാനം ഒരു തീഗോളമായി താഴേക്ക് കറങ്ങി വീഴുന്ന നടുക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് ലോകം കണ്ടത്. ട്വെയർ പ്രവിശ്യയിലെ ഒരു ചെറു ഗ്രാമത്തിലെ പാടത്തിലേക്ക് ആ വിമാനം ചിതറി വീണു. കത്തിയമർന്ന ലോഹക്കഷ്ണങ്ങൾക്കിടയിൽ ആ 10 പേരുടെയും മൃതദേഹങ്ങൾ കരിഞ്ഞുണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. ശാസ്ത്രീയ പരിശോധനകൾക്കൊടുവിൽ ആ മൃതദേഹങ്ങൾക്കിടയിൽ നിന്നും ലോകം ആ പേര് തിരിച്ചറിഞ്ഞു: യെവ്ഗനി പ്രിഗോഷിൻ. ഒരു കാലത്ത് ലോകത്തെ വിറപ്പിച്ച വാഗ്നർ എന്ന റഷ്യൻ സമാന്തര സൈനിക സാമ്രാജ്യത്തിന് അതോടെ അന്ത്യം കുറിക്കപ്പെട്ടു. അപകടവാർത്ത പുറത്തു വന്ന നിമിഷം തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും സംശയത്തിന്റെ വിരൽ ചൂണ്ടിയത് ക്രെംലിനിലെ കൊട്ടാരത്തിലേക്കായിരുന്നു. ശത്രുക്കൾക്ക് മാപ്പ് കൊടുത്താലും വഞ്ചകർക്കൊരിക്കലും മാപ്പില്ലെന്ന പഴയ KGB ബുക്ക്ലെറ്റിലെ അലിഖിത നിയമം വ്ളാഡിമിർ പുടിൻ തെറ്റിച്ചിട്ടില്ലെന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ആ വാർത്തയോട് പുടിൻ തികച്ചും ശാന്തനായിട്ടായിരുന്നു പ്രതികരിച്ചത്. പ്രിഗോഷിൻ കഴിവുള്ളവനായിരുന്നു. പക്ഷേ അയാൾക്ക് ജീവിതത്തിൽ വലിയ ചില തെറ്റുകൾ പറ്റി. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഹാർഡ് ഗ്രനേഡിന്റെ കഷ്ണങ്ങൾ കണ്ടെത്തിയെന്നും വിമാനത്തിനുള്ളിൽ വെച്ച് തന്നെയുണ്ടായ അശ്രദ്ധമായ സ്ഫോടനമാണ് അപകടത്തിന് കാരണമെന്നും ഔദ്യോഗിക അന്വേഷണ റിപ്പോർട്ടുകളെ മുൻനിർത്തി പുടിൻ പ്രഖ്യാപിച്ചു. അതൊരു യാദൃശ്ചികമായ അപകടമാണോ അതോ റഷ്യയെ വഞ്ചിച്ചവർക്കുള്ള ആസൂത്രിതമായ കൊലപാതകമാണോ എന്ന് ലോകം ഇന്നും ചർച്ച ചെയ്യുന്നു. പക്ഷേ ആ മരണത്തോടെ റഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണി എന്നേക്കുമായി ഇല്ലാതായി.
പ്രിഗോഷിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ നേതൃത്വമില്ലാതായ വാഗ്നർ സൈന്യത്തെ പുടിൻ തന്റെ വരുതിയിലാക്കി. അവശേഷിച്ച വാഗ്നർ പോരാളികളോട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയവുമായി കരാർ ഒപ്പിടാൻ അദ്ദേഹം ഉത്തരവിട്ടു. വിസമ്മതിച്ചവരെ സൈന്യത്തിൽ നിന്നും പിരിച്ചുവിട്ടു. ചുരുക്കത്തിൽ തന്റെ അധികാരത്തിന് നേരെ ഉയർന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെ 2 മാസം കൊണ്ട് പുടിൻ വേരോടെ പിഴുതെറിഞ്ഞു. സൈന്യത്തിനുമേൽ വ്ളാഡിമിർ പുടിന്റെ അപ്രമാദിത്യം ചോദ്യം ചെയ്യപ്പെടാനാവാത്ത വിധം വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെട്ടു. ആഭ്യന്തര പ്രതിസന്ധികൾക്കിടയിലും യുക്രൈൻ യുദ്ധഭൂമിയിൽ പുടിന്റെ സൈന്യം അടിപതറാതെ നിന്നു. 2023 അവസാന പകുതിയോടെ പാശ്ചാത്യലോകം വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന യുക്രൈന്റെ പ്രത്യാക്രമണം പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. കോടിക്കണക്കിന് ഡോളറുകളുടെ പാശ്ചാത്യ ആയുധങ്ങൾക്കും അത്യാധുനിക ടാങ്കുകൾക്കും റഷ്യൻ സേന അതിർത്തിയിൽ തീർത്ത സുരോവിക്കിൻ ലൈൻ എന്ന പ്രതിരോധ കോട്ടകളെ ഭേദിക്കാൻ കഴിഞ്ഞില്ല. ആധുനിക സൈനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകവും സങ്കീർണവുമായ പ്രതിരോധ കോട്ടയായിരുന്നു അത്. റഷ്യൻ സേനയുടെ അന്നത്തെ കമാൻഡറായിരുന്ന ജനറൽ സെർജി സുരോവിക്കിന്റെ തലച്ചോറിലാണ് പാശ്ചാത്യ രാജ്യങ്ങളെപ്പോലും അമ്പരപ്പിച്ച ഈ പ്രതിരോധ നിര രൂപപ്പെട്ടത്. യുക്രൈൻ സൈന്യത്തെ ഒരു കെണിയിലേക്ക് ആകർഷിച്ച് കൊന്നൊടുക്കുക എന്നതായിരുന്നു സുരോവിക്കിൻ ലൈനിന്റെ ലക്ഷ്യം. അമേരിക്കയും ജർമ്മനിയും നൽകിയ അത്യാധുനിക ലെപ്പേർഡ് ടാങ്കുകളും ബ്രാഡ്ലി വാഹനങ്ങളും ഈ പ്രതിരോധ നിര ഭേദിക്കാൻ കഴിയാതെ പകച്ചുനിന്നു. ഇതോടെ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ തന്നെ യുക്രൈൻ യുദ്ധത്തെ ചൊല്ലി ഭിന്നതകൾ ഉടലെടുത്തു തുടങ്ങി. അമേരിക്കയും നാറ്റോയും ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും കോടിക്കണക്കിന് ഡോളറുകളുടെ ആയുധങ്ങളാണ് യുക്രൈന് നൽകിയത്. എന്നാൽ അതുകൊണ്ട് യുദ്ധഭൂമിയിൽ യാതൊരു ലാഭവുമുണ്ടായില്ലെന്ന് കണ്ടതോടെ യൂറോപ്പിലെ പല രാജ്യങ്ങളും പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി. ഇനിയും എത്രകാലം നമ്മുടെ പണം യുക്രൈനിലേക്ക് ഒഴുക്കണം? യുദ്ധം ജയിക്കാൻ കഴിയില്ലെങ്കിൽ സെലൻസ്കി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് സ്ലൊവാക്യ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ പരസ്യമായി പറയാൻ തുടങ്ങി. അമേരിക്കൻ കോൺഗ്രസിൽ യുക്രൈനുള്ള സഹായധനം തടയപ്പെടുന്ന അവസ്ഥ പോലുമുണ്ടായി. പുടിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പാശ്ചാത്യ ശക്തികൾക്ക് പതിയെ ശ്വാസം മുട്ടിത്തുടങ്ങി. പാശ്ചാത്യ ലോകം പരസ്പരം പഴിചാരി നിൽക്കുമ്പോൾ പുടിൻ അടുത്ത കരുക്കൾ നീക്കിത്തുടങ്ങി. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് തലയ്ക്കു മുകളിൽ നിൽക്കെ തന്നെ ഒറ്റപ്പെടുത്താൻ നോക്കിയ അമേരിക്കയ്ക്ക് മുന്നിലൂടെ പുടിൻ പുതിയ സഖ്യങ്ങൾ പടുത്തുയർത്തി. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും കൂട്ടുപിടിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകക്രമത്തെ അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചു. ഏഷ്യൻ വൻ ശക്തികളെ ഒപ്പം നിർത്തി പുടിൻ പുതിയൊരു ബഹുധ്രുവ ലോകക്രമത്തിന് അടിത്തറയിടുകയായിരുന്നു.